Good morning. Start ചെയ്യാം ma'am. Okay, thank you. So once again, good morning, everyone. Good morning, ma'am. Today's topic is about smile. That's unlocking the power of smile. Let's spread that sparkle all around us. ഞാൻ ബിന്ദു സജി, a psychologist, life coach and a parent coach. സോ ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇവിടെ മോർണിംഗ് സർക്കിൾ എൻ്റെ ഫസ്റ്റ് ടൈം ആണ്. വെരി ഹാപ്പി ടു സീ യു ഓൾ ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ഇൻ. ഇന്ന് നമുക്ക് ഈ ഒരു മോർണിംഗ് ഒരു സ്മൈലിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ദിസ് ഡേ വിത്ത് എ ബിഗ് സ്മൈൽ ഓൺ അവർ ഫേസ്. I really wanted all the videos on, but morning, whoever's comfortable can keep the videos on. It would be nice. So, എല്ലാവരും ഒന്ന് നന്നായിട്ട് ഒന്ന് സ്മൈൽ ചെയ്തേ, wherever you are. Just smile nicely. Can you close your eyes for a minute? Okay, now think of 3 things that really makes you smile. It can be your family, your friends, your partner, your children, anybody for that matter. Just think of 3 things that makes you smile. നമ്മൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മുടെ മുന്നിൽ എന്താണ് തെളിഞ്ഞു വരുന്നത്, അത് ഓർത്ത് നമുക്ക് എന്തിനെ പറ്റി ഓർത്താണ് സ്മൈൽ ചെയ്യാൻ പറ്റുന്നത്? Let's be grateful for that. Just say a thank you for blessing us with this new day. ഈ ഒരു പുതിയ ദിവസം തന്നതിന് let's begin with a smile and be grateful. So നമുക്ക് എല്ലാവർക്കും അറിയാം, smile is not just an expression, അല്ലേ? It's an energy that we transfer from one person to another. അതായത് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിൽ നിന്ന് മറ്റൊരാളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. It's a simple but a very powerful tool which spreads happiness, positivity to others. So നമ്മൾ എപ്പോഴും പുഞ്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്മൈൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് മറ്റുള്ളവരിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. Like whenever we go out to any part of the world, be it anybody, there's one universal language that everybody understands. എല്ലാവർക്കും ഏതൊരു സ്ഥലത്ത് പോയാലും മനസ്സിലാവുന്ന ആ ഒരു ലാംഗ്വേജ് ആണ് സ്മൈൽ, അല്ലേ? Be it in any country, ഏത് എത്നിസിറ്റി ആയിക്കോട്ടെ, ഏത് ജെൻഡർ ആയിക്കോട്ടെ, ഏത് കൾച്ചർ ആയിക്കോട്ടെ, ഏത് എത്നിസിറ്റി ആയിക്കോട്ടെ, എല്ലാവർക്കും ഈക്വലി മനസ്സിലാവുന്ന ഒരു ആർട്ട് ആണ് ദ ആർട്ട് ഓഫ് സ്മൈലിംഗ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്മൈൽ ഇറ്റ് ഡസൻ കോസ്റ്റ് എനിത്തിങ്. ഇറ്റ്സ് എ സിമ്പിൾ ആക്ട് ഓഫ് കൈൻഡ്നെസ്. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ കൈൻഡ്നെസ് ആൻഡ് ലവ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് ആ ചെറിയ പുഞ്ചിരിയിലൂടെയാണ്. Just imagine we are walking into a room full of total strangers. നമ്മുടെ ചുറ്റും നമുക്ക് പരിചയമുള്ളവർ ആരുമില്ല. നമ്മളൊരു റൂമിലോട്ട് കയറി ചെല്ലുകയാണ്. സോ വെൻ വി ഗെറ്റ് ഇൻ ടു ദാറ്റ് റൂം, നമുക്ക് എന്തായിരിക്കും, നമ്മൾക്ക് അറിയുന്ന ആരുമില്ല. സോ നമ്മൾ എപ്പോഴും അൺകംഫർട്ടബിൾ ആയിരിക്കും അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ. ബിക്കോസ് അപ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബ്രെയിനിൽ ഉടനെ ഇമ്മീഡിയറ്റ്ലി ഇൻഫർമേഷൻ പോവുകയാണ്, യു ആർ നോട്ട് ഇൻ എ സേഫ് സ്പേസ്, സ്ട്രേഞ്ചർ, ഡേഞ്ചർ, അല്ലെങ്കിൽ ബി കെയർഫുൾ, ബി അലേർട്ട്. അങ്ങനെയുള്ള കുറെ ഇൻഫർമേഷൻ നമ്മൾക്ക് ഉടനെ ബ്രെയിനിൽ എത്തുകയാണ്. കാര്യം ബ്രെയിൻ ഓൾവേസ് ട്രൈസ് ടു കീപ്പ് അസ് കംഫർട്ടബിൾ. അപ്പം നമ്മളൊരു അൺകംഫർട്ടബിൾ സിറ്റുവേഷനിലോട്ട് പോകുമ്പോഴേക്കും നമ്മളെ ബ്രെയിന് അത് നമുക്ക് അലേർട്ട് തരും, ദാറ്റ് യു ആർ വാക്കിംഗ് ഇൻ ടു എ വെരി അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് എന്താണ്, നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യാം, നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ബോഡി സ്റ്റിഫൻ അപ്പ് ആവാം.
സോ നമ്മൾ ആ റൂമിലോട്ട് എൻ്റർ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്താണ് കാണുന്നത്? കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നു. സം പീപ്പിൾ ആർ മൈൻഡിങ് ദെയർ ഓൺ ബിസിനസ്. നമ്മൾ കയറി ചെല്ലുന്നത് അവർ മൈൻഡ് ചെയ്യുന്നേയില്ല. കുറെ പേര്, നമ്മളും സ്ട്രേഞ്ചേഴ്സ് ആണ് അവർക്ക്, സോ അവര് നമ്മളെ സ്റ്റെയർ ചെയ്യുന്നു. അപ്പൊ അത് ചിലര് നമ്മളെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലുക്ക്, ലൈക്ക് കോൾഡ് ലുക്ക് തരുന്നു. സോ നമ്മൾക്ക് എന്താണ് അപ്പൊ സംഭവിക്കുന്നത്? വി ഫീൽ ഓൾറെഡി സ്റ്റിഫ്, നെർവസ്, ആങ്ഷ്യസ്. അയ്യോ, ഈ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച. പക്ഷെ നമ്മൾ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെ ഒരാള് ഒരു സ്ഥലത്തിരുന്ന് നമ്മളെ നോക്കി സ്മൈൽ ചെയ്യുന്നു. സോ ഹൗ വിൽ വി ഫീൽ? ആ ഒരു സ്മൈല് കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കതൊരു ഭയങ്കര റിലീഫാണ് അല്ലേ? അങ്ങനെ ഒരാളെ ഒരു ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് അവരിൽ നിന്ന് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലോട്ട് വരും. അപ്പോൾ ആ ഒരു സ്മൈല് കാണുമ്പോൾ സഡൻലി നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആവും. അത് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ ബോഡി എന്താ പറയുന്നത്, ആ ഒരു ടെൻഷനൊക്കെ റിലീഫ്ഡ് ആയിട്ട് നമ്മൾ വിചാരിക്കും, അയ്യോ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടല്ലോ നമ്മളെ നോക്കി ഒന്ന് സ്മൈൽ ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വി സ്മൈൽ ബാക്ക് അറ്റ് ദാറ്റ് പേഴ്സൺ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ആ ഒരു റിലീഫാണ് തരുന്നത്. ദാറ്റ് ദർ ഇസ് എ കണക്ഷൻ ദാറ്റ്സ് ഹാപ്പനിങ് ദെയർ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു പേഴ്സൺ നമ്മളോട് ചിരിച്ചതോ സ്മൈൽ ചെയ്തതോ ആയിട്ടുള്ള ആ ഒരു പേഴ്സണെ നമ്മൾ ആസ് എ സോഴ്സ് ഓഫ് നമ്മൾക്കൊരു മോട്ടിവേഷൻ ആവാം. അപ്പൊ നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഡൗട്ട് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വന്നു. അപ്പൊ നമ്മൾ ആരോടായിരിക്കും പോകുന്നത്? ആരുടെ അടുത്തായിരിക്കും പോകുന്നത്? ഈ മറ്റുള്ളവർ നമ്മളെ സ്റ്റെയർ ചെയ്തവരോ, അല്ലെ നമ്മൾ കോൾഡ് ലുക്ക് തന്നവരോ, നമ്മൾ കയറി ചെന്നപ്പോൾ മൈൻഡ് ചെയ്യാത്തവരോട് നമ്മൾ പോയി സംസാരിക്കുവോ? നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അല്ലെ? നമ്മൾക്ക് ആരാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നി, അപ്പൊ നമ്മൾ കയറി ചെന്നപ്പം ആ കണ്ട ഒരാൾ, അയാൾ നമ്മളെ കംഫർട്ടബിൾ ആക്കി, അവിടെ നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ ഡെഫിനറ്റ്ലി പോയി നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ വി ഓൾവേസ് ഗോ ആൻഡ് ട്രൈ ആൻഡ് കണക്ട് വിത്ത് ദം. സോ അതാണ് ആ ട്രാൻസ്ഫർ ഓഫ് ദാറ്റ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ബിക്കോസ് ഓൾറെഡി അവിടെ ആ ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞു. സോ നമ്മൾക്ക് നമ്മൾക്കറിയാം ഇത്, ലൈക്ക് മോസ്റ്റ്ലി നമ്മൾ ഇവിടുത്തെ ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫീസേഴ്സ്, വില്ലേജ് പഞ്ചായത്ത്, ഇങ്ങനത്തെ ഓഫീസസിലൊക്കെ, മോസ്റ്റ്ലി ഗവൺമെന്റ് ഓഫീസസിലൊക്കെ ചെല്ലുമ്പോഴാണ് ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ലൈക്ക് എസ്പെഷ്യലി ഫോർ മീ, എനിക്ക് അതൊരു ടെൻഷനാണ്. ബിക്കോസ് പീപ്പിൾ ആർ വെരി ഗ്രംപി. I've observed mostly 95% wherever I've gone, I've seen people are a little grumpy. അവർ ചിരിക്കാറില്ല. അപ്പൊ നമുക്ക് ചെല്ലുമ്പോഴേ ഒരു ടെൻഷനാണ്, ഓ ആർ ദേ ഗോയിങ് ടു ബി നൈസ് ആൻഡ് കൈൻഡ്, ഓർ they're going to be rude. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ചിരിക്കുന്ന അല്ലെ ഒരു സ്മൈൽ ചെയ്യുന്ന ഒരു ഫേസ് കണ്ടാൽ നമുക്കതൊരു ഭയങ്കര റിലീഫാണ് അല്ലേ? So we all would have experienced the same thing, I guess. Okay. Now, എൻ്റെ ലൈഫിലെ ഒരു ചെറിയ കാര്യം എനിക്കിവിടെ കോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതായത്, ലൈക്ക് മൈ മോം, when I was small, she used to smile and talk to everyone, whoever sees. അതായത് ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോഴാവട്ടെ, റോഡിലൂടെ നടക്കുമ്പോഴോ ഒരു ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴോ ഒക്കെ എൻ്റെ മമ്മി ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് ചിരിക്കും, ചിലപ്പോൾ സംസാരിക്കും. സോ ആസ് എ ചൈൽഡ് ഐ യൂസ് ടു വണ്ടർ, ഇതെന്താ മമ്മി പരിചയമില്ലാത്തവരെ നോക്കുന്നു, അവരെ നോക്കി സ്മൈൽ ചെയ്ത് സംസാരിക്കുന്നു, and all. It made me a little uncomfortable. സോ പക്ഷെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ വി ഡോണ്ട് ആസ്ക് ദം വൈ ആർ യു ഡൂയിങ് ദാറ്റ് എന്നുള്ളത്. അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അത് ചോദിക്കാറില്ലായിരുന്നു. ബട്ട് വെൻ ഐ ഗ്രൂ അപ്പ്, എസ്പെഷ്യലി ഞാൻ കോളേജിൽ എത്തിയ ടൈമില്, one thing that I noticed was I had actually inherited that quality from my mother. അത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിയാതെയാണ് ആ ഒരു ക്വാളിറ്റി ഇൻഹെറിറ്റ് ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സ്, എന്നെ അറിയാവുന്നവരൊക്കെ അത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ദാറ്റ് ഐ ഓൾസോ ഹാവ് ദറ്റ് ഹാബിറ്റ് ഓഫ് സ്മൈലിംഗ് ആൻഡ് ടോക്കിംഗ് ടു പീപ്പിൾ.
I still remember a funny quote that one of the guys said. അതായത് ഐ എം ഡാർക്ക് സ്കിൻഡ്. അപ്പം ഞാനിങ്ങനെ നടന്നു വരുമ്പോഴേക്കും വൺ ഓഫ് ഞങ്ങളുടെ ബാച്ച് മേറ്റ് ആണ്, പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ആ ബിന്ദു എവിടെ നിന്ന് വരുന്ന കണ്ടാലും അറിയാൻ പറ്റും കേട്ടോ. ബിന്ദുവിന്റെ ചിരി എന്ന് പറയുന്നത് ആ ഒരു ട്യൂബ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന പോലാണ്. അതുകൊണ്ട് ബിന്ദുവിനെ എവിടെ നിന്നാലും സ്പോട്ട് ചെയ്യാൻ പറ്റും ആ ചിരി കാരണം. സോ അത് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ബിക്കോസ് ദ സ്മൈൽ, whatever it is, maybe he would have referred to my color of my skin or whatever, but that was something that complemented my smile. So that's why ഇന്നും ഞാൻ അത് ഓർക്കുന്നത് എങ്ങനെ എൻ്റെ ഒരു സ്മൈലിനെ. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു നോസ് മീ, അവർക്കറിയാം, ലൈക്ക് ഐ എം എ പേഴ്സൺ ഹു സ്മൈൽസ് ആൻഡ് ടോക്സ് ഓൾവേസ്. ഇപ്പം എൻ്റെ കുട്ടികള് ഇപ്പം ചോദിക്കുന്നത്, മമ്മ, how can you look at strangers and just start a conversation and smile at them? Now I tell them, see, this is something that I inherited from my mother. Maybe tomorrow, never know, you might inherit it from me. Because avarku eppoഴും അതൊരു something that is ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. നമ്മൾ അറിഞ്ഞൂടാത്തവരെ ഞാൻ കാണുമ്പോൾ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. സോ ഇവിടെയുള്ള മിക്കവരും കാണുമ്പോൾ എനിക്കറിയില്ല, പുതുതായിട്ട് വരുന്ന റെസിഡൻസ് ആവാം. ഞാനപ്പം ലിഫ്റ്റിൽ കയറുമ്പോഴും താഴെ പാർക്കിലേക്ക് പോകുമ്പോഴും ഒക്കെ ആരെ കണ്ടാലും ഞാൻ സ്മൈൽ ചെയ്യും. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. സോ അതിപ്പോഴും എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഒരു വണ്ടർ ആണ്, ഹൗ കെൻ യു സ്റ്റാർട്ട് ടോക്കിംഗ് ടു സ്ട്രേഞ്ചേഴ്സ് ലൈക്ക് ദാറ്റ് എന്നുള്ളത്. അപ്പം ഞാനത് ഓർക്കും, ഓക്കെ, ഐ ഹാവ് ഇൻഹെറിറ്റഡ് ഫ്രം മൈ മദർ. മേ ബി അനദർ ഡേ മൈ ചിൽഡ്രൻ മൈറ്റ് ഓൾസോ ഇൻഹെറിറ്റ് ഇറ്റ് ഫ്രം മീ. ആൻഡ് ലൈക്ക് ഞാൻ വീട്ടിലാണെങ്കിലും, ലൈക്ക് ഐ എം എ പേഴ്സൺ ഹു സ്മൈൽസ് ഓൾവേസ്. സോ ഒരു ചെറിയ എന്തെങ്കിലും വന്നിട്ട് എൻ്റെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന ടൈം കുട്ടികൾ ഭയങ്കര അപ്സെറ്റ് ആവും. Especially my younger one, she comes and asks me, Mama, why are you looking gloomy? What happened? Why aren't you smiling? Endha mammയ്ക്ക് headache ആണോ, അല്ലെങ്കിൽ any other issue? So I have to be that smiling person because that is the expectation and that's what they see in me. Okay, so that was my personal experience. Now coming to smile, let's dig into the science behind the smile. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താണ് ഈ ഹാപ്പി ഹോർമോൺസ് എന്ന് അറിയാം അല്ലേ? So when we smile, these happy hormones like endorphin, serotonin, dopamine, and oxytocins get released into our brain. So നമ്മളൊരാളെ കണ്ട് നമ്മളത് സ്മൈൽ ചെയ്യുമ്പോൾ ഇത്രയും ഹോർമോൺസ് at the same time it get released. And these hormones are natural mood boosters. Dopamine നമുക്കറിയാം reward and pleasure ആണ്. Endorphins is like a natural painkiller, and serotonin is like the well-being and calmness, and oxytocin is for bonding and trust. So all these hormones get released into our body. So ആ ഒരു റിലീസ് വരുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഇറ്റ് ഫീൽസ് ലൈക്ക് മാജിക്. സോ ഈ സ്മൈലിങ്ങിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് റിസർച്ചേഴ്സ് ഹവ് ഫൗണ്ട് ദാറ്റ് ഈ സ്മൈലിംഗ് കാരണം നമ്മൾക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ലൈക്ക് ഇറ്റ് ഇംപ്രൂവ്സ് ആ ഇമ്മ്യൂണിറ്റി. അതായത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് എല്ലാം ലോവർ ആവുമ്പോഴേക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഹാർട്ട് റേറ്റ് ലോവർ ആക്കാനും ഒക്കെ ഒരു സ്മൈലിന് പറ്റും. ആൻഡ് ദെൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ് us in relieving our pain because as we said that endorphins ഉണ്ട്, അത് നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് ആണ്. സോ അപ്പം ആ ഹോർമോൺസും റിലീസ് ആവുമ്പോൾ നമ്മുടെ ബോഡിയിൽ അത് എന്താണ്, ഒരു സ്മൈല് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്ന് നോക്കിയേ. അതായത് ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ആവുന്നു, ഹാർട്ട് റേറ്റ് ലോവർ ആവുന്നു, BP കുറയുന്നു, ആൻഡ് ഓൾസോ നമ്മുടെ പെയിൻ, ആ ഒരു നമ്മൾ ഫീൽ ചെയ്യുന്ന ആ ഒരു പെയിനിന് തന്നെ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. Then comes to the psychological effects. എന്തൊക്കെയാണ് psychological benefits of smile എന്ന് പറയുന്നത്? Basically, as we said earlier,
സ്മൈൽ ചെയ്യുമ്പോഴായിട്ട് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് എല്ലാം റിലീസ് ആവുകയാണ്. സോ വാട്ട് എവർ മൂഡ് വി ആർ ഇൻ, ആ മൂഡ് ചേഞ്ചസ്. അതായത് നമ്മളിപ്പോൾ ഒരു സാഡ് മൂഡിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓക്കെ മൂഡിലായിരിക്കുകയാണെങ്കിലോ നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ ആ മൂഡ് ഓട്ടോമാറ്റിക്കലി അത് ലിഫ്റ്റ് ചെയ്യാണ്. ബിക്കോസ് നമ്മുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സിനെയൊക്കെ അത് കുറയ്ക്കുകയാണ്. ദെൻ ഇറ്റ് സ്ട്രെങ്തൻസ് സോഷ്യൽ ബോണ്ട് ആൻഡ് റിലേഷൻഷിപ്പ്. അതായത് ഇപ്പൊ നമ്മൾ ഓക്സിറ്റോസിൻ പറഞ്ഞില്ലേ ബോണ്ടിങ്ങിനായിട്ട്, ആ ഒരു ഹോർമോണും റിലീസ് ആവുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു എനർജി ഉണ്ട്. സോ ദാറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ബോണ്ട് വിത്ത് അതേഴ്സ്. ഇപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ഒരാളാവാം, അപ്പോൾ നമ്മൾ ഒന്ന് ചിരിക്കുമ്പോൾ നമ്മൾ വി ആർ ട്രൈങ് ടു കണക്ട് വിത്ത് ദാറ്റ് പേഴ്സൺ. പിന്നെ സ്മൈൽ ഇസ് സംതിങ് ദാറ്റ് ഇസ് കണ്ടേജിയസ്. അതായത് നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മിക്കവാറും നമ്മളൊക്കെ സ്മൈൽ ചെയ്യുമ്പോൾ മറ്റുള്ളവരും തിരിച്ച് സ്മൈൽ ചെയ്യാം. ദർ ആർ ഫ്യൂ പീപ്പിൾ ഹൂ മേ ജസ്റ്റ് ലുക്ക് അറ്റ് യു ലൈക്ക് ദാറ്റ്. പക്ഷെ മോസ്റ്റ്ലി വെൻ യു സ്മൈൽ അറ്റ് സംബഡി ദേ സ്മൈൽ ബാക്ക്. സോ സ്മൈൽ ഇസ് സംതിങ് ദാറ്റ് ഇസ് കണ്ടേജിയസ് ആൻഡ് വി നെവർ നോ. നമ്മുടെ ആ ഒരു സ്മൈൽ ആയിരിക്കാം ആ ഒരു ദിവസം മറ്റുള്ളവർക്ക് ഒരു പോസിറ്റിവിറ്റി കൊടുക്കുന്നത്. So whether you're smiling because you're happy or you are happy and you're smiling, it doesn't matter. Whatever it is, it's just showing that സ്മൈൽ ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ ഹാപ്പി ആയതുകൊണ്ട് സ്മൈൽ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്മൈൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഹാപ്പി ആവുന്നു, എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് ഇൻ എ വെരി ഗുഡ് വേ. So now let's discuss about the benefits of smiling. How smiling can bring about changes in our everyday life. The first one is it add values to our personality. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എവിടെയെങ്കിലും പോവാനായിട്ട് റെഡി ആവുകയാണ്. സോ വി പുട്ട് ഇൻ അവർ ബെസ്റ്റ് ഡ്രസ് ടു ഗോ ഔട്ട്. സംടൈംസ് വി വെയർ മേക്കപ്പ്, നമ്മൾ ആക്സസറൈസ് ചെയ്യും, പെർഫ്യൂം അടിക്കും, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഒരു ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ലൊരു അപ്പിയറൻസിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുകയെന്ന്. പക്ഷേ ജസ്റ്റ് ഇമാജിൻ നമ്മൾ ഇത്രയും നന്നായിട്ട് ഡ്രസ് ചെയ്തു എല്ലാം ചെയ്തിട്ട് നമുക്ക് സ്മൈൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്കത് എങ്ങനെ ഇരിക്കും? ലൈക്ക് നമ്മൾ സ്മൈൽ ചെയ്യുന്നില്ല, ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടു ഒരുങ്ങാനായിട്ട്, ബട്ട് ദർ ഇസ് നോ സ്മൈൽ ഓൺ ദ ഫേസ്. ഡസ് ഇറ്റ് ലുക്ക് ഗുഡ്? Can anybody say? നമ്മളിപ്പോ ഒരു നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ കാണുന്നുണ്ട്, സ്മൈൽ ചെയ്യുന്നില്ല, എങ്ങനെ ഫീൽ ചെയ്യും നമ്മൾക്ക് അവരെ കാണുമ്പോൾ? ദാറ്റ് പേഴ്സൺ ഇസ് ഹാവിങ് എ ഫ്രൗണി ഓർ എ ഗ്രംപി ഫേസ്. ഡു വി ഫീൽ ഗുഡ് looking at that person, however well dressed that person is? Yes, ma'am. It's being arrogant now. Definitely. Yes, right. സോ നമുക്ക് ഡെഫിനറ്റ്ലി ആ സ്മൈൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ആ ബെസ്റ്റ് ആക്സസറി എന്ന് പറയുന്നത്. ദാറ്റ് ഹെൽപ്സ് us ടു ക്യാരി ഇറ്റ് ഓഫ് വിത്ത് ഈസ് ആൻഡ് കോൺഫിഡൻസ്. സോ നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ അത് മൊത്തത്തിൽ എലിവേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിൽ ചില റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സംബഡി ഗോസ് ഫോർ എ ജോബ് ഇന്റർവ്യൂ, it's very likely that the person who's smiling at the interview and answering has a chance of getting selected more than anybody else, because avada oru transfer of that energy nadakkunnathu kondana. The second is it creates a positive energy and elevates the confidence. സോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ ഇത്രയും നല്ല ഹോർമോൺസ് റിലീസ് ആവുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു പോസിറ്റീവ് എനർജിയാണ് മറ്റുള്ള ആളിലോട്ട് ട്രാൻസ്ഫർ ആവുന്നത്. നമുക്കൊരു സിനാരിയോ എടുത്താൽ, ഇപ്പം ഫസ്റ്റ് ടൈം ഒരാൾ ഒരു മീറ്റിങ്ങിന് നമ്മളെ തന്നെ ഇമാജിൻ ചെയ്യാം, നമ്മളുടെ ടീം മീറ്റിംഗ് നമ്മൾ ഫസ്റ്റ് ടൈം ഹെഡ് ചെയ്യാണ്. സോ നമ്മൾ മീറ്റിംഗ് റൂമിൽ എൻറ്റർ ചെയ്തു, വി ആർ കീപ്പിംഗ് എവറിത്തിങ് റെഡി. പക്ഷെ നമുക്ക് ആദ്യത്തെ മീറ്റിംഗ് ആണ്. അഗൈൻ നമ്മുടെ ബ്രെയിൻ സെൻസ് മെസ്സേജസ്, ഓ യു ആർ നോട്ട് ഇൻ എ സേഫ് സോൺ, യു ആർ ഗോയിങ് ടു എൻറ്റർ ഇൻ ടു എ ഫേസ് വെയർ പീപ്പിൾ ആർ ജസ്റ്റ് ഗോയിങ് ടു ലുക്ക് അറ്റ് യു ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ നമ്മളുടെ ബോഡി ആക്ച്വലി സ്റ്റിഫ് ആവും, നമ്മൾ ആങ്ഷ്യസ് ആവും, നെർവസ് ആവും. വി മൈറ്റ് ബി എൻ്റെ മീറ്റിംഗ് ശരിയാവോ, അല്ലാതെ ഞാൻ ഇനി എന്തെങ്കിലും തെറ്റിക്കോ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇറ്റ് വിൽ ബി ബോയിലിംഗ് ഇൻസൈഡ് അസ്.
അപ്പൊ നമ്മൾ പിന്നെ നമ്മുടെ കളീഗ്സിനെ എല്ലാം നോക്കുകയാണ്. സോ വി സീ ദാറ്റ് എവ്രിബഡി ഈസ് സ്മൈലിംഗ്. And that actually gives a lot of relief and confidence. അപ്പം നമ്മൾക്ക് അവർ തരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ ഉള്ളിലോട്ട് വന്നിട്ട് അത് നമ്മളുടെ മൂഡിനെ എൻഹാൻസ് ചെയ്യും, നമ്മുടെ സ്ട്രെസ്സിനെ റിലീഫ് തരുകയും ചെയ്യും. സോ നമ്മുടെ ഫോക്കസ് എന്തില്ലോ നമ്മൾക്ക് ആ ടെൻഷനും മറ്റേ ശരിയാവോ എന്നുള്ള ആ ഒരു ഫോക്കസ് ആൻഡ് അറ്റൻഷൻ മാറി നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജിയിലോട്ട് വരാൻ അത് ഹെൽപ്പ് ചെയ്യും. The third one is smiling tricks your brain. അതായത് നമ്മുടെ ബ്രെയിനിന് ട്രിക്ക് ചെയ്യാൻ പറ്റും സ്മൈലിങ്ങിന്. ഹാവ് യു ഹേർഡ് ഓഫ് ദ സേയിങ് ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്? ഇത് ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്ന ഒരു കോട്ടാണ്, ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയും, നമ്മൾ ഇപ്പം നമ്മൾക്ക് വേണ്ടുന്ന ഒരു സാധനം ഓൾറെഡി ഉണ്ട് എന്ന് നമ്മൾ പല തവണ പറഞ്ഞത് യൂണിവേഴ്സിലോട്ട് വിടുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് ഇറ്റ് എന്നുള്ളത്. അതായത് until you fake it that you know I'm doing well എന്നുള്ളത് പറഞ്ഞ് finally you're doing well. So that is a simple way of making it. So നമ്മളത് അപ്പം എന്താണ് ചെയ്യുന്നത് ഇവിടെ? നമ്മൾ ആക്ച്വലി ഹാപ്പി അല്ലെങ്കിൽ പോലും സ്മൈലിംഗ് ക്യാൻ ട്രിക്ക് യുവർ ബ്രെയിൻ ഇൻ ടു ബീയിങ് ഹാപ്പി. അതായത് വെൻ നമ്മളൊരു അപ്സെറ്റ് ആണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈം, നമ്മളൊരു ഡിഫിക്കൽട്ട് ടൈമിൽ കൂടെ കടന്നു പോകുന്നത്, ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ? നമുക്ക് അപ്പൊ സ്മൈൽ ചെയ്യാൻ നമുക്ക് കഷ്ടപ്പെടുന്ന ടൈമാണ്. നമ്മൾക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ, വറിയിങ് സിറ്റുവേഷനിലാണെങ്കിൽ നമ്മളാണെങ്കിൽ ഡെഫിനറ്റ്ലി ആസ് ഹ്യൂമൻസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ us ടു ലുക്ക് അറ്റ് സംബഡി ആൻഡ് സ്മൈൽ. പക്ഷേ റിസർച്ചേഴ്സ് ഷോസ് ദാറ്റ് നമ്മൾ ആ സ്മൈൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് നാച്ചുറലി നമ്മൾ ഫേക്ക് ചെയ്താൽ തന്നെയും ബ്രെയിൻ റിലീസസ് ദോസ് കെമിക്കൽസ്. ബിക്കോസ് ബ്രെയിനിന് നമ്മുടെ റിയാലിറ്റിയും ഇതും ഫേക്ക് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ പറ്റില്ല. സോ the brain automatically releases that happy hormones. അതായത് നമ്മൾ ഹാപ്പി ആണെന്ന് വിചാരിച്ചിട്ട് ബ്രെയിൻ അതെല്ലാം റിലീസ് ചെയ്യുന്നു. സോ അത് നമ്മൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ അങ്ങനെ ഒരു സർജറിയോ എന്തെങ്കിലും കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ അധികം സ്മൈൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബ്രെയിനിലെ ആ എൻഡോർഫിൻസ്, നാച്ചുറൽ പെയിൻ കില്ലേഴ്സും സെറോട്ടോണിൻ എന്ന് പറയുന്ന ആന്റി ഡിപ്രസന്റ് ഹോർമോണുമാണ്. അപ്പൊ അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ പെയിൻ ഒക്കെ ഒന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി. സോ വി ക്യാൻ ഓൾവേസ് ട്രിക്ക് our brain like doing something like this. Then the fourth is smiling is contagious. അതായത് it creates a ripple effect. നമ്മൾ ഇങ്ങനെ സ്മൈൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പോകുന്നതിനെ ഒരു റിപ്പിൾ എഫക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സ്മൈലിംഗ് ഇസ് എ സെൻസറി മോട്ടോ സ്റ്റിമുലേഷൻ. അതായത് നമ്മുടെ സെൻസസിനെ, അതായത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സ്മൈൽ ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഒരു സെൻസറി മോട്ടോ സ്റ്റിമുലേഷൻ ആണ്. ആ ഒരു കണ്ടിട്ട് നമ്മൾ കേട്ടിട്ട് സ്മൈൽ ചെയ്യുന്നു. സോ അതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു ഫിനോമിനൻ ആണ്. സോ ദാറ്റ് ഈ ഒരു സ്മൈലിംഗ് എന്ന് പറയുന്നത് കോസസ് അസ് ടു മിമിക് എക്സ്പ്രഷൻസ് വിതൗട്ട് റിയലൈസിങ് ഇറ്റ്. അതായത് നമ്മൾ സ്മൈൽ ചെയ്യുന്നുണ്ടോന്ന് നമ്മൾ അറിയാതെ തന്നെ ഫോർ എക്സാമ്പിൾ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വരും, വെൻ ഐ എം വാച്ചിങ് കൊച്ചു കുട്ടികളുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഇറ്റ്സ് an automatic thing that I start smiling a lot. അപ്പം ഇത് നമ്മളുടെ ആക്ച്വലി ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലോട്ട് ആ ഒരു ഹാപ്പി ഹോർമോൺസ് എല്ലാം റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ അത് അറിയാതെ വരുന്നതാണ് ആ സ്മൈൽ എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ ടീച്ചേഴ്സ് ഉണ്ടാവാം അല്ലെ? അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ് റൂമിലോട്ട് കയറാണ്. അപ്പൊ നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് സ്മൈൽ ചെയ്തിട്ട് ക്ലാസ് റൂമിൽ കയറി ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ് സ്മൈൽ ചെയ്ത് പറയുമ്പോൾ ആ ക്ലാസിന്റെ എനർജി തന്നെ മാറാണ്. അപ്പൊ കുട്ടികൾ എന്താണ്, they see that the teacher is smiling and saying good morning, so definitely they'll smile back and say good morning teacher അല്ലേ? So that itself is something that is creating a ripple effect there. Then the fifth is smile is an act of service. അതായത് സ്മൈൽ എന്ന് പറയുന്നത് സിമ്പിൾ യെറ്റ് ഒരു പവർഫുൾ ടൂൾ ആണ്. നമുക്ക് നമ്മളുടെ ആ ഒരു റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നെസ് ആയിട്ട് നമുക്ക് സ്മൈലിനെ കൺസിഡർ ചെയ്യാം.
You can brighten up someone's day with this simple thing, make someone feel seen and heard. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ പോയാണ്, ആ ഷോപ്പിൽ പോയി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ക്യാഷ്യറിന്റെ അടുത്ത് ചെന്നിട്ട് ക്യാഷ്യർ മൈറ്റ് ബി ബിസി ബില്ലിങ്, പക്ഷെ നമ്മൾ അയാളെ നോക്കി ഒന്ന് സ്മൈൽ ചെയ്ത് അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ വി ആർ ഡൂയിങ് ദാറ്റ്സ് an act of service. നമ്മുടെ courtesy ആവാം, പക്ഷെ നമ്മൾ അത് സ്മൈൽ ചെയ്യുന്നത് മറ്റുള്ളവരിലോട്ട് അത് നമ്മൾ കൊടുക്കുമ്പോഴേക്കും അത് ഒരു ആക്ട് ഓഫ് സർവീസ് ആണ്. ചിലപ്പോൾ നമ്മളൊരു മോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നു, സോ ആ ഒരു സമയത്ത് നമ്മൾ അവരെ നോക്കി സ്മൈൽ ചെയ്യുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത്, ആസ് എ സ്മൈൽ. So smile can be used as an act of service also when we pass on to others who do service to us, or somebody whom we see randomly. So these are all random acts of kindness എന്ന് പറയാം. So, and we all know that a smile doesn't cost us anything, and it doesn't take any effort also to smile. അല്ലേ, നമ്മൾ സ്മൈൽ ചെയ്യുന്നതിന് ഒട്ടും എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. It's said that നമ്മൾ ഒന്ന് സ്മൈൽ ചെയ്യുമ്പോൾ only 2 pairs of our muscles, or like all together ഒരു 10 muscles മാത്രമാണ് in total എടുക്കുന്നതൊന്ന് സ്മൈൽ ചെയ്യാൻ. പക്ഷേ നമ്മൾ ഗ്രംപി ആവുമ്പോൾ എത്ര മസിൽസ് അത് എത്ര ടൈംസ് അത് യൂസ് ചെയ്യേണ്ടി വരുമോന്നറിയോ? Does anybody know that? It's a lot, like almost 5 times, 50 facial muscles ആണ് നമ്മൾ ഗ്രംപി ആവുമ്പോൾ യൂസ് ചെയ്യുന്നത്. So just remember that to feel cheerful it is easy, but to feel grumpy it is difficult. So, and also smiling is a good facial exercise that we can do. അപ്പം നമ്മൾ ആസ് കോച്ചസ് ആൻഡ് ട്രെയിനേഴ്സ് എന്തുകൊണ്ട് നമ്മൾക്ക് ഈ സ്മൈലിംഗ് നമ്മുടെ കോച്ചിങ്ങിൽ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മൾ ആസ് കോച്ചസ് വി ആർ representing people, or we are in front of them as a role model, അല്ലേ? അപ്പം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മളുടെ സെഷൻസ് ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ എന്ത് സെഷൻ ആയിരുന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നവരോട് ചിരിച്ച് സംസാരിക്കാൻ ശ്രമിച്ചാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ പോസിറ്റീവ് തിങ് ദാറ്റ് യു ആർ പാസിംഗ് ഓൺ. അതായത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഇറ്റ് ക്രിയേറ്റ്സ് എ റാപ്പോ ആൻഡ് ഇറ്റ് ബിൽഡ്സ് ട്രസ്റ്റ്. നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മളോടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ആ റാപ്പോ ബിൽഡ് ചെയ്യാനും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇറ്റ് ഹെൽപ്സ് ക്ലയൻറ്റ് ടു ഫീൽ അറ്റ് ഈസ്. അതായത് മുന്നിൽ ഇരിക്കുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനാണ് അത് നമ്മൾ അവരെ ഇതേ പറഞ്ഞ പോലെ നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് നമ്മൾ പാസ് ഓൺ ചെയ്യുന്നു. അപ്പം അവർക്കും നാച്ചുറലി ദേ വിൽ ബി ഫീലിംഗ് അറ്റ് ഈസ് വെൻ ദേ സീ എ സ്മൈൽ. Then comes the positive tone that we use. അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലപ്പോഴും നമ്മൾ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അവർ സ്മൈൽ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ, അല്ലാതെ അവർ ഭയങ്കര ഡൾ ആയിട്ടിരിക്കുന്നത്. ഈവൻ വോയിസിൽ കൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ സ്മൈൽ ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ ടോൺ ഇസ് വെരി വെരി ഡിഫറെൻറ്റ്. സോ അത് നമ്മളെ ഒത്തിരി നമ്മുടെ ക്ലയൻറ്റ് അല്ലെങ്കിൽ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ അത് നമ്മളെ എൻകറേജ്, അതായത് ആ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഓഡിയൻസ് കുറച്ചുകൂടെ ഓപ്പൺ ആവാനും അവർക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. So as I said, it's a simple yet a powerful tool that helps us in our daily lives. So ഒരു കോട്ട് ഞാൻ ഇവിടെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, that smiling is a small curve that can straighten up somebody's whole day. So let's take a pledge that we will smile as much as we can and spread our love and kindness and consideration to others. Thank you so much for listening. Thank you, ma'am. Bindu ma'am. Very useful session. ആയിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് എപ്പോഴൊന്ന് റീതിങ്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ശരിക്കും മാം പറഞ്ഞെല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ
മുന്നോട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യും. ചിരിക്കാറുണ്ടെങ്കിലും പക്ഷേ ഈ പറഞ്ഞ പോലെ ബോധപൂർവം അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ താല്പര്യം കിട്ടി. താങ്ക് യു മാം. താങ്ക് യു. നല്ല ഹാപ്പി ടു പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. നല്ല സ്മൈൽ ചെയ്ത് പ്രസന്റ് ചെയ്തു. Thank ഓക്കെ you. ഞാൻ സ്മൈൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും സ്മൈലിംഗ് എനർജി കിട്ടത്തില്ലല്ലോ. അതെ. Thank സാധാരണ you. ക്ലാസ്സുകളെ കഴിഞ്ഞ് നല്ല സ്മൈൽ ഉണ്ടായിരുന്നു കേട്ടോ. The class and actually വേറെ ഒരു level class ആണ്. And of course, ma'am, actually I have always been someone who smiles easily, But after this session, I understood the deeper meaning behind it. Thank you so much for that. You're And welcome. actually, it wasn't just a class, it was a reminder that healing often begins with something as a smile. A small Yes. smile. നമ്മൾ ആ ഒരു സ്മൈലിലൂടെ നമ്മൾ മറ്റൊരാൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുക അറിയെങ്കിൽ കൂടി മാമിന്റെ ത്രൂ യുവർ ക്ലാസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് ഓഫ് തിങ്സ് നൗ. താങ്ക് യു സോ Even മച്ച്. I learned when I did research on this, I learned a couple of new things. So it was a learning for me also. Of course. Thank you. Thank you so much. താങ്ക് യു വെരി മച്ച്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് എടുത്തു പറയുമ്പോൾ നമുക്കതൊരു റിമൈൻഡർ ആണല്ലോ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, റിമെമ്പർ യു ആർ ടോക്കിംഗ് അബൌട്ട് വെയറിങ് എ സ്മൈൽ. അപ്പം നമ്മൾ എത്ര നല്ലതായിട്ട് ഡ്രസ് ചെയ്താലും നമ്മൾ ചിരിയില്ലെങ്കിൽ, അല്ലെ ഒരു സ്മൈൽ ഇല്ലെങ്കിൽ, ഒരു പ്രസന്റ് ഫേസ് ഇല്ലെങ്കിൽ, ഇറ്റ് റിയലി അഫക്ട്സ് നോട്ട് ഓൺലി അസ് ബട്ട് എവരിബഡി അറൌണ്ട് അസ്. അപ്പൊ ഐ റിമെമ്പർ എന്റെ മക്കള് ചെറുതായിരുന്നപ്പോ അവർ സ്കൂളിൽ പോകുമ്പോൾ അവരോട് റെഡിയായി ഇറങ്ങുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഡിഡ് യു ഫർഗെറ്റ് ടു വെയർ യുവർ സ്മൈൽ? അപ്പൊ ഇപ്പൊ എന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. ഞാൻ അവരോട് ചോദിക്കും. ഇപ്പൊ റൈറ്റ് നൗ ഐ ആം ഇൻ ഓസ്ട്രേലിയ വിത്ത് മൈ ഡോട്ടർ ആൻഡ് ഹെർ ചിൽഡ്രൻ. അപ്പൊ റെഡിയായി സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോഴേ ചിരിയില്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡിഡ് യു വെയർ യുവർ സ്മൈൽ? ആൻഡ് ഇറ്റ് ബിക്കംസ് എ റിമൈൻഡർ ഫോർ ദം ദാറ്റ് to have a good Yes. day, you really need to have that positive smile when you get out of the house. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, നമ്മള് ഫേക്ക് നമ്മളെ ട്രിക്ക് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ ബ്രെയിനിനെ. അപ്പൊ അതിന് Yes, നമ്മൾ yes. പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ഇനി ഒട്ടും ചിരി വന്നില്ലെങ്കിൽ പോലും നമ്മളൊരു പെൻസിലോ എടുത്തിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചാൽ ദാറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്. ഇറ്റ്സ് ലൈക്ക് എ സ്മൈൽ എന്നാ പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും നമ്മൾ ചെയ്യുവാണെങ്കിൽ, നമുക്ക് ഒട്ടും ചിരി വരാതെ വല്ലാതിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും just try to fake your brain by giving that smile by biting a pen or a pencil, and that adds to your നമ്മുടെ ബ്രെയിനിൽ ഹോർമോൺസ് റിലീസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. and will put you into a better atmosphere. അതെ. പിന്നെ Yes. മൂന്നാമത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, യു ആർ ടോക്കിംഗ് അബൌട്ട് നമ്മൾ എല്ലാവരും ചിരിക്കുമ്പോഴേ ചിലപ്പം ചില മനുഷ്യർ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. എനിക്കത് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം അല്ല, പല പ്രാവശ്യം. കാരണം വി വർ ഔട്ട് സൈഡ്, എബ്രോഡ് ആയിരുന്നു കുറെ വർഷങ്ങൾ. അപ്പൊ അവിടെ പുറത്തൊക്കെ നമ്മൾ എല്ലാരെയും കാണുമ്പോ ഇങ്ങനെ ചിരിക്കുമല്ലോ. വളരെ കോമൺ ആണ്. അങ്ങനെ ആരും ഗ്രംപി ആയിട്ടല്ല നടക്കുന്നത്. എപ്പോഴും ഗുഡ് മോർണിംഗ് പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ ആ ഒരു ഹാബിറ്റില് നാട്ടിൽ തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഇപ്പോഴും ഞാൻ അങ്ങനെ ആരെ കണ്ടാലും ചിരിച്ചു കാണിക്കും. പക്ഷെ പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ നമ്മളെ ഒരു പരിചയവും ഇല്ലാത്തവരുടെ അടുത്ത് നമ്മളൊന്ന് ചിരിച്ചു കാണിക്കുമ്പോ, അറിയത്തില്ലല്ലോ ആരാ. അപ്പൊ നമുക്ക് ആകപ്പാടെ ഒരു വല്ലായ്മ തോന്നും അങ്ങനെ. ബട്ട് there are some people who are just not used to having a stranger smile to them, just as you mentioned. So anyway, it was Yes. a beautiful class. Thank you very much. You have done, definitely you brought in the scientific side of it as well. Thank you so much. Thank you. Thank you for the lovely words. മാം മോർണിംഗ് കാണാറില്ലല്ലോ മാമിനെ. I'm not actually a morning person. ഞാൻ ഇന്ന് ഇല്ല, ഡേ ബിഫോറും എണീറ്റ് ബിക്കോസ് ഐ ഗോ ടു സ്ലീപ്പ് ലേറ്റ്. അപ്പം എനിക്ക് ഈ ഒരു 7 hours സ്ലീപ്പ് എങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വെരി ഗുഡ് പ്രസന്റേഷൻ. നല്ല ഒരുപാട് എനർജി കിട്ടി. നല്ല ചിരിച്ചൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു എനർജി.
പിന്നെ നമ്മള് മറ്റുള്ളവരായിട്ട് ചിരിക്കുന്ന സമയത്ത് നമുക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ലൈഫ് എന്ന് പറയുന്നത് നമ്മളൊരു ആക്ടിങ് ആണ് ശരിക്കും. അപ്പോ ആക്ട് ചെയ്തിട്ടെങ്കിലും മാം പറഞ്ഞ പോലെ ഒന്ന് ആക്ട് ചെയ്തിട്ടെങ്കിലും ചിരിക്കാൻ ശ്രമിക്കുക അല്ലെ മാം? യെസ് ആബ്സല്യൂട്ട്ലി. ബിക്കോസ് അത് നമ്മളിപ്പോൾ സയന്റിഫിക്കലി പ്രൂവൺ ആണ്. നമ്മൾ അങ്ങനെ ഫേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിലീസസ് ഓൾ ദാറ്റ്. നമ്മൾക്ക് ആ ബ്രെയിനെ പറ്റി പഠിക്കുമ്പോൾ അറിയാം ബ്രെയിന് റിയാലിറ്റി ഏതാണ് ഫേക്ക് ചെയ്യുന്നത് ഏതാണെന്ന് അറിയില്ല. സോ ദാറ്റ്സ് വൈ ദീസ് തിങ്സ് ലോ ഓഫ് അട്രാക്ഷനിൽ ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഫേക്ക് ചെയ്ത് നമുക്ക് ഓൾറെഡി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമെന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. സോ അങ്ങനെ ഉള്ള ഒരു കാര്യമാണ് ഇപ്പം ഈ ബ്രെയിനിന്റെ ഈ സ്റ്റഡീസിലും അത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മാം. വെൽക്കം. താങ്ക് യു സോ മച്ച് ഫോർ ദ കൈൻഡ് വേർഡ്സ്. ബിന്ദു മാം, നല്ല സെഷൻ ആയിരുന്നു. എനിക്ക് സൂസൻ മാം പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈം യു.എസിൽ വന്ന സമയത്ത് ഈ സ്ട്രേഞ്ചേഴ്സ് ചിരിക്കുന്നതും വിഷ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഇതെന്തിനാണ് ഇപ്പം നമ്മളോട് ചിരിക്കുന്നത്? അതിപ്പം റെസ്റ്റോറൻ്റ് ആയാലും അല്ലെങ്കിൽ ഗ്രോസറി സ്റ്റോറുകൾ എവിടെയാണെങ്കിലും ദ വിഷസ് ഇൻ ഓഫീസിലാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ പാസ് ചെയ്ത് പോകുന്നവരെല്ലാം നമ്മളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് പോകുന്നത്. നമുക്കത് ശീലമില്ലാത്തത് കൊണ്ടായിരിക്കും. തിരിച്ചും സംഭവിക്കും. ഈ പറഞ്ഞ പോലെ നമ്മൾ ആരുടെയൊക്കെ വിഷ് ചെയ്താൽ ചിലപ്പോൾ അയാൾ ചിന്തിക്കും ഇതിപ്പോൾ ആരാണ്, എന്തിനാണ് എന്നോട് ചിരിച്ചത്, ചിരിക്കണോ അതോ തിരിച്ച് ചിരിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പോൾ ചിലപ്പോഴും നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നും. എന്തായാലും അത് സ്മൈൽ ഒരു മെഡിസിൻ തന്നെയാണ്. താങ്ക് യു ഫോർ ദ ഗ്രേറ്റ് സെഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ഫീഡ്ബാക്ക്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ അവർക്ക് എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി ചിരിക്കുന്നു എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നും അല്ലേ സൂസൻ മാം? നമ്മൾ ചിരിക്കുമ്പോ ഇവരെന്താ ഇങ്ങനെ ചിരിക്കുന്നേ എന്ന് തിരിച്ചുള്ള ആ ഒരു അവരുടെ എക്സ്പ്രഷനിലൂടെ നമുക്ക് തോന്നും അല്ലേ? നാട്ടില് ഇപ്പം ഞാനും ഇപ്പൊ പുറത്തുനിന്ന് വന്നുകൊണ്ടായിരിക്കാം ഞാൻ ഐ ഡു ദാറ്റ്. ഞാൻ എല്ലാവരെയും കാണുമ്പോഴും ഞാൻ ഇവിടെ എസ്പെഷ്യലി നമ്മുടെ അപ്പാർട്ട്മെന്റിൽ എല്ലാവരെയും കാണുമ്പോഴും എനിക്ക് പരിചയമില്ലാത്തവരാണെങ്കിൽ ഞാൻ സ്മൈൽ ചെയ്ത് വിഷ് ചെയ്തിട്ട് ഞാൻ ചോദിക്കും നിങ്ങൾ പുതിയതാണോ എന്നൊക്കെ. സോ ദാറ്റ്സ് വെൻ മൈ കിഡ്സ് കം, മമ്മ ഹൗ ക്യാൻ യു ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ് ലൈക്ക് ദിസ്, യു ആർ ഓൾവേസ് സ്മൈലിംഗ് അറ്റ് സംബഡി ആൻഡ് ടോക്കിംഗ്. അവർക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണത്. സോ ആസ് ഐ സെഡ്, എൻ്റെ മമ്മിയിൽ നിന്നാണ് എനിക്കത് ആ ഒരു ക്യാരക്ടർ ഞാൻ ബിൽഡ് ചെയ്തതെന്ന് എനിക്ക് പിന്നീട് കോളേജിൽ പോയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ദാറ്റ് ഐ ഹാവ് ടേക്കൺ ഇറ്റ് അപ്പ് ഫ്രം ഹെർ എന്നുള്ളത്. സോ ആസ് ഐ സെഡ്, ചിലപ്പം നാളെ ഞാൻ ഇത് ചെയ്യുന്നത് കാണുന്നത് കൊണ്ട് എൻ്റെ കുട്ടികളും മേ ബി ടുമോറോ ദേ മൈറ്റ് ഓൾസോ എൻഡ് അപ്പ് ഡൂയിങ് ദ സെയിം തിങ്. ഞാൻ അവരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, wear your smile as the biggest accessory that you can. അത് ആക്ച്വലി ഡസൻ കോസ്റ്റ് യു എനിത്തിങ്. ഒരു എഫേർട്ട് പോലും എടുക്കേണ്ട ആവശ്യമില്ല. അത് ഒത്തിരി വാലിഡ് ആണ് കേട്ടോ. കാരണം ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ ഇപ്പൊ ഓസ്ട്രേലിയ മകളുടെ അടുത്താണെന്ന്. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങള് ഷോപ്പിങ്ങിന് പോയപ്പോഴേ ഗ്രോസറി ഷോപ്പിൽ പോയപ്പം അവിടെ എന്റെ മകളും ഈ പറഞ്ഞ പോലെ എപ്പോഴും നല്ല ചിരിയാണ്. എപ്പോഴും ഇങ്ങനെ ചിരിച്ച് വളരെ അതൊരു പരിചയമില്ലാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ നിൽക്കുന്ന, ഇവിടെയൊക്കെ സെൽഫ് കൗണ്ടർ ആണല്ലോ. അപ്പൊ അവര് തന്നെത്താൻ നമ്മള് സാധനങ്ങളൊക്കെ മേടിക്കുന്നതെല്ലാം തന്നെത്താൻ സ്വൈപ്പ് ചെയ്താണല്ലോ പോകുന്നത്. അപ്പൊ അങ്ങനെ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ആൾക്കാർ നിൽക്കണം. പൊതുവേ ആൾക്കാർ അവരവരുടെ സാധനം മേടിച്ചോണ്ട് അങ്ങ് നിന്ന് വർത്താനം പറയില്ല. പക്ഷെ ഇവളെ എപ്പോഴാണേലും അടുത്ത് നിൽക്കുന്ന അല്ലെ കാണുന്ന ആൾക്കാർ, അവിടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചിരിച്ച് അവരോട് വർത്താനം പറയും, വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിൽ പോയപ്പം അവിടെ നിന്നിരുന്ന ആളിനോട് ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചു. വളരെ നല്ലൊരു ചിരിയും കൊടുത്തു, ഹലോ പറഞ്ഞു, ഹൗ ആർ യു ഒക്കെ ചോദിച്ചു. അപ്പോഴത്തേന് ഇവര് തിരിഞ്ഞ്, ഷി വാസ് സോ ഹാപ്പി, ഇറ്റ് മെയ്ഡ് ഹെർ ഡേ. ഷീ മെൻഷൻ ദാറ്റ്, ഷീ സെഡ് ദാറ്റ് യു ഹാവ് സച്ച് എ ബ്യൂട്ടിഫുൾ സ്മൈൽ, യു മെയ്ഡ് മൈ ഡേ എന്ന് പറഞ്ഞു. ഉടനെ മോൾ എന്നോട് അവരോട് പറഞ്ഞു, എന്നെ പോയിന്റ് ചെയ്തേച്ച് പറഞ്ഞു, യാ താങ്ക് യു സോ മച്ച്, ഐ ഗെറ്റ് ഇറ്റ് ഫ്രം മൈ മദർ. ഇറ്റ് മെയ്ഡ് മീ ഫീൽ സോ ഗുഡ്. നോട്ട് ദാറ്റ് ഷീ ഗോട്ട് ഇറ്റ് ഫ്രം മീ, ബട്ട് മോർ ദാൻ ദാറ്റ് അവൾക്ക് വേറൊരാളുടെ ഇറ്റ് മെയ്ഡ് മൈ ഡേ എന്ന് എന്റെ മകളോട് അവര് പറഞ്ഞപ്പോഴേ ഇറ്റ് റിയലി മെയ്ഡ് മീ ഫീൽ ഗുഡ്. സോ ഇറ്റ് ഡസ് മേക്ക് എ ഡിഫറൻസ്. നമ്മുടെ കയ്യിൽ നിന്നാണല്ലോ മക്കള് പഠിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഹാബിറ്റ് കൊണ്ടുവന്നാൽ ഡെഫിനറ്റ്ലി അത് പിള്ളേരത് പിക്കപ്പ് ചെയ്യും.
അത് തീർച്ചയായിട്ടും അവർക്കും അത് കിട്ടുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞില്ലേ, പലരും ചിരിക്കാറില്ലെന്ന്. പക്ഷെ അതിന് വേറൊരു കാര്യവും കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ സ്ട്രേഞ്ചറെ ഒത്തിരി പേടിക്കേണ്ട ഒരു സമയം കൂടെ ആണ്. അപ്പൊ അതിന്റെ ഒരു ഇഫക്റ്റും ഉണ്ട്. പിള്ളേർ കാണുന്നവരോടെല്ലാം ചിരിച്ചു വർത്താനം പറഞ്ഞു തന്നെ ഇപ്പം പിള്ളേരെ ഏത് രീതിയിൽ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകാനുണ്ടെന്നുള്ള ആൾക്കാർ കുറെ ഉള്ളത് കൊണ്ട് അവിടെ ഒരു റിസ്ക്കും ഒരു ഡേഞ്ചറും ഉണ്ട്. പക്ഷെ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് സേഫ് ആയിട്ടുള്ളിടത്തൊക്കെ എല്ലായിടത്തും ചിരിക്കുകയും വർത്താനം പറയുകയും അവരോട് നല്ലൊരു പ്ലസന്റ് ഇത് കാണിക്കുകയും ചെയ്യുന്നത് പിള്ളേർ പിക്കപ്പ് ചെയ്യും തീർച്ചയായിട്ടും. താങ്ക് യു. താങ്ക് യു. ഹലോ മാം, സൂസൻ മാം പറഞ്ഞ അതേ പോയിന്റ് പറയാൻ ഞാൻ റെഡി ആയിരിക്കുമായിരുന്നേ. അതായത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പം എൻ്റെ അമ്മച്ചിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ എനിക്കും. അതായത് ആരെ കണ്ടാലും ഇങ്ങനെ ചിരിക്കും. വർത്താനം ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോകാൻ കുറച്ച് ദൂരേ ഉള്ളൂ, 10 മിനിറ്റ് നടക്കണം. അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഞങ്ങൾക്ക് വന്നാൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ പോന്ന വഴിക്കുള്ള എല്ലാവരും ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കാണുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞു പോകും. അത് ഞങ്ങൾ മനസ്സിലാക്കിയത് നമുക്ക് എത്ര ഹെൽപ്ഫുൾ ആണ് അവരെന്നുള്ള കാര്യം നമുക്ക് അന്ന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മനസ്സിലായി കേട്ടോ. അത് ഈ ചിരിയിൽ നിന്ന് മാത്രമായിരുന്നു. പക്ഷേ ഈ സെയിം ക്യാരക്ടർ നമ്മൾ ഇപ്പൊ കാണിക്കുമ്പോൾ ചിലപ്പോ എൻ്റെ മോളുമാര് പറയും, അമ്മേ ഈ പരിചയമില്ലാത്തവരോടൊക്കെ ചിരിച്ചാലുണ്ടല്ലോ ഞങ്ങൾ തന്നെ പോകുമ്പോൾ ഇവര് ഞങ്ങളെ നോക്കി വർത്താനം പറയാനും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കും. അത് മറ്റുള്ളവര് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അയ്യോ ഈ കൊച്ചെന്താ ഇവരോടൊക്കെ വർത്താനം പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിസ്റ്റം, അതായത് ഒരു കൾച്ചർ വളരെ ഡിഫറെന്റ് ആണ്, മാറുന്നില്ല ആളുകള് അല്ലെ. അത് കാരണം ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ, നമ്മളെക്കാൾ കൂടുതൽ കുട്ടികൾക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് അവരൊന്ന് അവരുടെ മനസ്സും കൂടെ റെഡിയായി വരണം. നല്ലത് ഏതാ ചീത്ത ഏതാ, എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അങ്ങനെ അപ്പൊ ഇവർ ചിരിക്കുമ്പോ ചില ആളുകൾ ഓർക്കും ആ ഇവരോട് എന്തു ആവാം, വർത്താനം പറയാം എന്ന് വിചാരിച്ചു വരുന്ന ആളുകളും ഉണ്ട്. ഇതിനെ നെഗറ്റീവായി കാണുന്നവരും ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ അതിനും കൂടെ പ്രാപ്തരാക്കണം. അല്ല ഇതിങ്ങനെ അതെ അതെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്നുള്ളത്. പക്ഷെ എപ്പോഴും മാം പറഞ്ഞതുപോലെ ഇത് നമുക്ക് പോസിറ്റീവ് ഹോർമോൺസ്, പിന്നെ നല്ല കുട്ടികളിലാണെങ്കിലും സ്കൂളിലൊക്കെ ശരിക്കും എഫക്റ്റീവ് ആണ് ഇത്. നമ്മൾ ചിരിച്ചോണ്ട് ക്ലാസ്സിൽ ചെല്ലുമ്പം ഉള്ള കുട്ടികളുടെ സന്തോഷവും അവര് നമ്മളെ കേൾക്കാനായി വെയിറ്റ് ചെയ്യുന്നതും നമ്മൾ ഒരു ദിവസം ആബ്സെന്റ് ആകുമ്പോഴുള്ള അവരുടെ ടെൻഷനും ഒക്കെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട്. മാം നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ, താങ്ക് നല്ലതായിരുന്നു. യു. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടെ, നമ്മളിപ്പോൾ ഈ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുമെങ്കിലും ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ എക്സ്പ്രഷൻ മുഖത്ത് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ഒരാളോട് വഴി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വഴി ചോദിക്കും, അയാൾ അതിനുള്ള മറുപടി പറയും, എന്നിട്ട് നമ്മളങ്ങ് പോവും. നമ്മളങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. അതാ തോന്നുന്നു കൂടുതലും. അതായത് ഈ ചിരിയൊന്നും പുറത്ത് വരില്ല. പറയാനുള്ളത് പറയും, കേൾക്കാനുള്ളത് കേൾക്കും. അതിനപ്പുറം ഈ ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കില്ല എന്ന് തോന്നുന്നു, പ്രത്യേകിച്ചും സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത്. അത് നമ്മുടെ കൾച്ചറിൽ കുറച്ച് ഓക്വേർഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ പുറത്തൊക്കെ അത്രയും ഇല്ലല്ലോ, ആൾക്കാരെല്ലാവരും കുറച്ച് കൂടെ ഈസി ആണ്. പക്ഷെ ഇവിടെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗവൺമെന്റ് ഓഫീസസോ ഇവിടെ എന്തെങ്കിലും ഒരു ഓഫീസിൽ പോകുമ്പോൾ ടെൻഷനാണ്. ലൈക്ക് വിൽ ദേ ബി ഗ്രംപി, അവിടെ ആരെങ്കിലും ഇച്ചിരി നല്ലതായിട്ടുള്ള ഒരാളുണ്ടാവുമോ? ലൈക്ക് വി വിൽ ബി ലുക്കിംഗ് ഓർ സെർച്ചിങ് ഫോർ പീപ്പിൾ ഹു വിൽ ബി അറ്റ്ലീസ്റ്റ് കുറച്ചൊരു കൈൻഡ് ആൻഡ് കൺസിഡറേഷൻ ഉള്ള ഒരാൾക്കാർ ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് ഞാൻ പേഴ്സണലി നോക്കാറുണ്ടായിരുന്നു. ബിക്കോസ് while growing up here, it was like ഒരു ഭയങ്കര ചില സമയത്ത് ആൾക്കാരൊക്കെ ഭയങ്കര റൂഡായിട്ടിരുന്നിട്ടൊക്കെ നമ്മളോട് ലൈക്ക് പറയുമ്പം ഇറ്റ് മെയ്ഡ് മീ ഫീൽ അൺകംഫർട്ടബിൾ. സോ അതുകൊണ്ട് ഐ ഹാവ് ഓൾവേസ് നോട്ടീസ്, നമ്മൾ പുറത്തൊക്കെ താമസിച്ചിരുന്ന ടൈമിലൊക്കെ അങ്ങനെയൊക്കെ ആ ഒരു കൾച്ചർ അല്ല. അവിടെ ചെന്ന് നമ്മൾ സ്മൈൽ ചെയ്തൊക്കെ ചോദിച്ചാൽ അവർ തിരിച്ച് സ്മൈൽ ചെയ്യും. പക്ഷെ ഇവിടെ ഈവൻ ഇഫ് നമ്മൾ സ്മൈൽ ചെയ്താലും ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് those people will smile back at us. അവർ ആ സ്ട്രെയിറ്റ് ഫേസ് അല്ലെങ്കിൽ ആ ഒരു കോൾഡ് ലുക്ക് ആയിരിക്കും നമുക്ക് തരുന്നത്. സോ ദീസ് ആർ ബേസിക് തിങ്സ് ദാറ്റ് ഐ തിങ്ക് ആസ് എ ചൈൽഡ്
നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. നമ്മൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് ഡിഫിക്കൾട്ട് അല്ലെ, കുറെ ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് ഫോം ചെയ്യാനായിട്ട്. സോ ചെറുതിലേ അങ്ങനെ ഒരു നേച്ചറിൽ വളർന്നു വരുന്ന കുട്ടികളാണെങ്കിൽ മേ ബി വെൻ ദേ ഗ്രോ അപ്പ് ദേ മൈറ്റ് ഇൻഹെറിറ്റ് ഓൾ ദോസ് things from the parents or from the environment. So I hope everybody had a lovely session today, and എല്ലാവരുടെയും മുഖത്ത് ആ smile at least today carry on with that smile, because we started off the day with a smile, and I urge you that you carry on with that smile throughout the day and see how beautifully you ended up the day today. So thank you all for coming and participating in this. Really, really appreciate it. താങ്ക് യു. അപ്പോ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? സജന മാം എസ്കേപ്പ് ആയിട്ടുണ്ട്. Okay. ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. Thank you, Thank everyone. you and bye. Thank you. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you. Thank you. Thank you. Thank you.